ജില്ലാ കമ്മിറ്റി നേരത്തെ പത്മകുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനുള്ള മറുപടി പരിശോധിച്ചു. ആ മറുപടി തൃപ്തികരമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും വിശദമായിട്ട് ഉള്ള ഒരു ചാർജ് ഷീറ്റ് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു. അത് SITയുടെ റിപ്പോർട്ടിൻ്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പാർട്ടിയിലെ എല്ലാ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കും. അത് പത്മകുമാറിന് വഴങ്ങിയുള്ള ഒരു നടപടിയാണോ? കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകൾ പത്മകുമാർ നടത്തുമെന്നൊക്കെ പല സുഹൃത്തുക്കളും പറയുന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഭയം പാർട്ടിക്കുണ്ടോ? അതൊന്നും നമുക്കൊരു ഭയമില്ല. വെളിപ്പെടുത്തേണ്ടതെല്ലാം വെളിപ്പെടുത്തിക്കോട്ടെ. ഒരു തടസ്സം അതിന്റെ വിശദീകരണത്തിനുള്ള മറുപടി ആശ്രയിച്ചിരിക്കും. ഇത് എന്തൊക്കെയാണ് കുറ്റം എന്ന് കൃത്യമായിട്ട് നിർവചിച്ച് ചോദിക്കേണ്ട വിശദീകരണം അത് ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പോൾ തന്നിരിക്കുന്ന മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്ന് ചോദിച്ച് നൽകിയ മറുപടി ആ മറുപടി തൃപ്തികരമല്ല. ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പത്മകുമാറിനെതിരായ നടപടിക്രമങ്ങൾ വൈകിച്ചതാണെന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി കണ്ടെത്തിയതാണ്. ആ സമയത്തും ഇത്തരമൊരു സസ്പെൻഷൻ നടപടി എടുക്കാനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പാർട്ടിക്ക് എടുത്തുകൂടായിരുന്നു. പാർട്ടിക്ക് അതിൻ്റെ ചിട്ടകളുണ്ട്. പിന്നെ ഒന്ന് ഇതാണ് കാരണമെന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണമാണ്. ചില പ്രദേശങ്ങളിൽ ഇതും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് കാരണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തോ ഇല്ല, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അതിനുള്ള ചാർജ് ഷീറ്റ് തയ്യാറാക്കിയ വിശദീകരണം ആവശ്യം ഇല്ല. എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാൻ അതായിക്കോട്ടെ എന്ന് എനിക്കെന്ത് തടസ്സം? പൗരന്മാർക്ക് ആത്മഹത്യ എഴുതാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തോട്ടെ. ഇവിടെ ആർക്കും പേടിയില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയുമാണ് ഈ സ്ത്രീ പ്രവേശന സമയവുമായി ബന്ധപ്പെട്ട അത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ കാര്യത്തിന് ഞാനെന്തിനാ വീണ്ടും മറുപടി പറയണത്? പിന്നെ താമസം ഉണ്ടാവില്ലല്ലോ. കൃത്യമായിട്ട് അറിയേണ്ടതെന്ന് എന്താണ് ചാർജ് ചെയ്യുന്നിരിക്കുന്നതെന്ന് അത് ഇത്രയും അന്വേഷണം നടത്തിയ ഏജൻസി കൃത്യമായിട്ട് ചാർജ് ചെയ്യും. അതിന് വിസ്തീർണം പാർട്ടിക്ക് നൽകേണ്ടി വരും. കൂടെ പാർട്ടിക്ക് അറിയേണ്ട വല്ല കാര്യമുണ്ടെങ്കിൽ അതും ചേർക്കും. SITയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മറ്റു നടപടികൾ വേണമെങ്കിൽ പാർട്ടി ആലോചിക്കുമോ? അതെ, നിശ്ചയമായിട്ടും. ഇതിപ്പോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അല്ല, അത് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടുള്ള ഒരു ഇളവ് മാത്രമല്ലേ കാണാൻ കഴിയുള്ളൂ. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ ആ കുറ്റപത്രത്തിലെ കണ്ടെത്തലടക്കം പാർട്ടി വിശദീകരണം ആവശ്യപ്പെടും. അതുമാത്രമല്ല, പാർട്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും വിശദീകരണം ആവശ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ വിധിയൊന്നും കാത്തു നിൽക്കുന്നില്ല. പാർട്ടിക്ക് തീരുമാനമെടുക്കും. പിന്നെ അത് ഞാൻ സംശയമുണ്ടോ അല്ലേ നടപടിക്രമം? പക്ഷേ എന്താണ് കൃത്യമായിട്ട് കുറ്റം എന്ന് പറയാതെ ഒരാളെ പാർട്ടിയിൽ നിന്ന് നികക്ഷി പുറത്താക്കാൻ പറ്റും. അപ്പം അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. എത്രയും പെട്ടെന്ന് പാർട്ടി അതിനുള്ള അദ്ദേഹത്തിന് വിശദമായ കുറ്റപത്രം നൽകും. വിശദീകരണം കിട്ടിയിട്ട് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾ പറയുന്നത് പോലുള്ള ഇല്ല, പാർട്ടിയുടെ മുൻ നിലപാട് അദ്ദേഹത്തെ എല്ലാ പ്രവർത്തന രംഗത്തു നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. അത് അനൗപചാരികമായിട്ട്. അതെ, ഇപ്പൊ അങ്ങനെയല്ല. ഒരു പടി കൂടി കടന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. കാരണം ആ രീതിയിലുള്ള ഒരു പൊതുവികാരം പാർട്ടിക്കുള്ളിലുണ്ട്. നേരത്തെ തന്നെ നടപടിയെടുക്കേണ്ടതാണെന്ന്